ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. മക്കളെ, നിങ്ങൾ കുറച്ച് അധികം സമയം ഈ ഒരു വീഡിയോയിലേക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 80 അല്ലെങ്കിൽ 80 ഒരു 76ൻ്റെ മുകളിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളിങ്ങനെ ഉഴപ്പി നടക്കാൻ നമുക്ക് സമയമില്ല. മാർച്ച് 3 എക്സാമാണ്. അപ്പോൾ മാർച്ച് 3 എക്സാമിലേക്ക് ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് മതിയാകും. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ടോളാം. എത്രത്തോളം ഇത് ലെങ്തി ആയി പോകുമെന്ന് അറിയില്ല. ഒരുപാട് പരിധി വിട്ട് ലെങ്തി ആകുകയാണെങ്കിൽ നമുക്കിത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് എക്സാമിന് വരാവുന്ന മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ ഇരുന്ന് വീഡിയോ കാണാം. നിങ്ങളുടെ ഇംഗ്ലീഷ് ടഫായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ദെൻ ഇത്രയും എഫേർട്ട് ഇടുന്നതിന് എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് അറിയാലോ, നമുക്ക് കുറേ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലതൊക്കെ തെറ്റിയും ചിലതൊക്കെ നമുക്ക് എളുപ്പമാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് പോകണം. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഓരോ ഭാഗത്ത്. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversation. ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? Who are the I and he mentioned here? ഇവിടെ ആര് കളിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന കാര്യമാണ് പറയുന്നത്? സുധാമൂർത്തി ചെറുപ്പത്തിലുള്ള ഒരു കഥയാണ് പറയുന്നത് അല്ലേ? ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വെക്കേഷൻ സമയത്തുള്ള ഒരു കഥയാണ് പറയുന്നത്. സോ ഹു ആർ ദ ഐ? ഇവിടെ ഐ എന്ന് പറയുന്നത് സുധാമൂർത്തിയും ഹി എന്ന് നെക്സ്റ്റ് ടു ഹിം അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാരാണ്? സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറുമാണ്. ദെൻ അവരുടെ കോൺവെർസേഷൻ ഞാൻ കേൾക്കുമായിരുന്നു എന്ന് പറയുന്നത്. വാട്ട് വാസ് എ കോൺവെർസേഷൻ അബൌട്ട്? എന്തായിരുന്നു അവരുടെ കോൺവെർസേഷൻ? ദെയർ കോൺവെർസേഷൻസ് വെയർ അബൌട്ട് ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ്. ജീവിതത്തിലെ നോർമലായിട്ടുള്ള ജീവിതത്തിലെ പ്രോബ്ലംസ് ഓഫ് ലൈഫാണ്. ഇനി ആൻഡ് സം ആർ ലോസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സം ആർ ലോസ് ആൻഡ് സം സോ നിയർലി ബോൾസ്, വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. ഇത് ഏതിൽ നിന്ന്? മെൻഡിങ് വാളാണ്. ഐഡന്റിഫൈ ദ പോയം ആൻഡ് ദ പോയറ്റ്. മെൻഡിങ് വാളും റോബർട്ട് ഫ്രോസ്റ്റും ആണ്. നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. ഈ ഫസ്റ്റ് ലൈനിൽ സം ലോസ് സം നിയർലി ബോൾസ് ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുന്നത് ഏതാണ്? മെറ്റഫർ ആണ്. സോ ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണ്. She didn't speak a word of English and I didn't speak a word of Hindi, but she smiled and laughed and chatted a lot and I felt an immediate connection with her. Who didn't speak a word of English? ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്നത് ഇതിൽ ആരാണ്? ദീദി ചാപ്റ്ററിലേതാണ്. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്ന ആ കുട്ടിയുടെ പേര് സന്ധ്യ എന്നാണ്. I didn't speak a word of Hindi. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ അതായത് ഇവിടെ വേർഡ് ഓഫ് ഹിന്ദി എന്ന അവസാനം വന്നിരിക്കുന്നതുണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ ഐക്യല്ലായിരുന്നു ഇമ്പോർട്ടൻസ്. ഞാൻ ഹിന്ദിയിൽ ഒരു വാക്കുകൾ സംസാരിക്കുന്നില്ല. അപ്പം അതിന് പകരം വേർഡ് ഓഫ് ഹിന്ദി എന്നുള്ളത് ഫ്രണ്ടിൽ വരണം, ഞാൻ എന്നുള്ളത് ലാസ്റ്റിൽ പോകണം. അതാണ് പാസീവ് വോയിസിലേക്ക് ആക്കുക. അപ്പോൾ എ വേർഡ് ഓഫ് ഹിന്ദിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ എങ്ങനെ വരും? വേർഡ് ഓഫ് ഹിന്ദി didn't speak എന്നല്ലേ? A word of Hindi was not spoken by me എന്നാകും. ഓക്കെ, അതായത് ഇപ്പോൾ എന്താ പറയുക, കുരങ്ങന്മാർ പഴം തിന്നുന്നു, പഴം കുരങ്ങന്മാരാൽ തിന്നപ്പെട്ടു, ഭക്ഷിക്കപ്പെട്ടു, കഴിക്കപ്പെട്ടു. ആ ഒരു രീതിയിൽ വരുന്നതാണ് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അപ്പോൾ ആ ഒരു ആദ്യം സബ്ജക്റ്റായി നിന്നതും ദെൻ ഒബ്ജക്റ്റ് ഇതായിരുന്നു. അപ്പോൾ അത് നേരെ തലതിരിഞ്ഞ് വരണം. ഒബ്ജക്റ്റ് പിന്നെ സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. അതായത് ആദ്യം ഉള്ളത് അവസാനം വേണം, അവസാനമുള്ളത് ആദ്യം വരണം. അങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്. It is 30 years since we started this work. Activities that devastate the environment and the societies continue unabated. Identify the speaker. ഇവിടുത്തെ സ്പീക്കർ ആരാണ്? ഒരു സംശയമില്ല അല്ലെ? ആരാണ്? വാങ്കാരി മത്തായി ആണ് ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. മാത്തായി സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. Pick out the word that means without any reduction in intensity or strength. ഇതിൽ നിന്ന് ഈ അർത്ഥം വരുന്ന അതിൻ്റെ അളവിൽ ഒരു കുറവില്ല എന്ന് പറയുന്ന വാക്ക് ഏതാണ്? Unabated. ഇതാണ് unabated എന്ന വാക്കാണ്. ഓക്കെ, instantly it flares up the very fine ankle of a wealthy wife saree. ഇവിടെ wealthy wife എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാണ്? wealthy wife refers to Nomita. Yes, I guess entrepreneurship is in my blood. I had an interest in business from a very early age. Who had an interest? ഇവിടെ ആർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്? ഇർഫൻ ആലം.
Cite an example to prove that entrepreneurship is in my blood. എൻ്റെ ബ്ലഡിൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇർഫാൻ ആലം ഹെൽപ്ഡ് ഹിസ് ഫാദർ ആൻഡ് ഫ്രണ്ട്സ് ടു റിക്കവർ ദെയർ ലോസസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന നഷ്ടം നികത്താൻ ഇർഫാൻ ആലത്തിൻ്റെ ഫാദറിനെയും ഫ്രണ്ട്സിനെയും ഹെൽപ്പ് ചെയ്തു. The 3 L's will help us get there. Identify the speaker. ഇവിടുത്തെ സ്പീക്കർ ആരാണ്? ക്രിസ്റ്റീൻ ലെഗാർഡ്. Okay, what are the 3 L's? 3 L's ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. Give an alternative title to the story Crime and Punishment. Crime and Punishment വേറെ എന്ത് പേര് നമുക്ക് കൊടുക്കാൻ പറ്റും? ആ കുട്ടിയെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത് അല്ലേ? എ നോട്ടി കിഡ് അല്ലേ? അല്ലെങ്കിൽ പിന്നെന്താ പറയാം? 2 punishments എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? 2 തരത്തിലുള്ള പണിഷ്മെന്റ് നമുക്കതിൽ കാണും. സോ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി and your mouth is like a section of road that is being worked on. ഇത് ഏതാണ്? നെയിം ദ പോയം ആൻഡ് പോയിറ്റ്. ഇത് ഏതാണ്? പോയം പോയിട്ടും ഏതാണ്? ഇവിടുത്തെ പോയം എന്ന് പറയുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റും, പോയിറ്റ് എന്ന് പറയുന്നത് ഓഗ്ഡൻ ആഷു ആണ്. ഐഡന്റിഫൈ ദ 2 ഫിഗർ ഓഫ് സ്പീച്ച്. ഇതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ലൈക്ക് എന്ന് പറയുന്നത് സിമിലി ആണ്. ദെൻ ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ്, റോഡിൻ്റെ ഒരു സെക്ഷൻ പോലെയാണെന്നുള്ളത് എന്താണ്? അത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണല്ലേ. സോ എക്സാജറേഷൻ, പെരുപ്പിച്ച് പറയുന്നതാണ്. സോ എക്സാജറേഷൻ ആണ്. Above us, a ship of the sky roars northward, drowning my brother's loud cries. Pick out the expression of metaphor. ഇതിലെ metaphor ഏതാ? Ship of sky ആണ് metaphor. Pick out the expression of this. Though whom a woman led in a manger, take me not till the children grow. What is the word though? Though എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? though എന്ന വാക്കിൻ്റെ അർത്ഥം യു അല്ലെങ്കിൽ ഗോഡ്, ജീസസ് എന്നുള്ള പല അർത്ഥങ്ങൾ ഇതിൽ വരുന്നുണ്ട്. റൈറ്റ് എ സെന്റൻസ് കമന്റിങ് ഓൺ ദ ലാസ്റ്റ് ലൈൻ ആണ് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അതായത് ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രെയർ ഫ്രം ദ മദർ ടു ദ ഗോഡ്. മദറിൻ്റെ അടുത്ത് നിന്ന് ഗോഡിലേക്കുള്ള ഒരു പ്രെയർ ആണ്. അതായത് വിത്തൗട്ട് ഹെർ ചിൽഡ്രൻ വോണ്ട് സർവൈവ് അല്ലെ, അവളില്ലാതെ അവളുടെ കുട്ടികൾ സർവൈവ് ചെയ്യില്ല എന്നുള്ളതാണ്. In a letter? What letter? Oh yes, indeed there was a letter from your mother. I just hadn't got around to giving it to you. Who said these words to whom? ഇത് ആരോട് പറഞ്ഞതാണ്? ഇതെന്ന് പറയുന്നത് ആര് പറഞ്ഞതാണ്? അജിത്ത് നൊമിതയുടെ അടുത്ത് പറഞ്ഞ ലെറ്റർ ആണിത്. ഓക്കെ, അജിത്ത് നൊമിതയുടെ പറഞ്ഞ വാക്കുകളാണിത്. റൈറ്റ് വൺ സെന്റൻസ് അബൌട്ട് ദ ട്രൈറ്റ്സ് ഓഫ് ദ സ്പീക്കർ. ഇതിൽ നിന്ന് അജിത്തിന്റെ ഒരു സ്വഭാവ സവിശേഷത എന്താണ്? ഇതിൽ അജിത്ത് എന്തെയാണ്? അജിത്ത് ഇൻസൾട്ട്സ് നൊമിതാസ് പ്രൈവസി അല്ലേ, നൊമിത ബൈ ക്വസ്റ്റ്യനിങ് ഹെർ ഐഡന്റിറ്റി എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പറയാം. ഓർ ഹി വോണ്ട് ഗിവ് പ്രൈവസി ടു ഹെർ എന്നൊക്കെ നമുക്ക് പറയാം. God knows, I never thought this day would come. I know, no matter how you try to excuse it, I know that if I take this money and I do a dishonorable thing, and you know it, you and you, all of you come and admit. ഇവിടെ സ്പീക്കർ ആരാണ്? റോബർട്ട് ബാൽവിൻ ആണ്. യു 3 യു ഉണ്ട്. അത് ആരൊക്കെയാണ്? മാർത്ത, ഇവി ആൻഡ് ജോൺ ആണ്. റൈറ്റ് എ സെന്റൻസ് ഓൺ ദിസ് മണി എന്ന് പറയുന്നത് എന്താണ്? ദിസ് മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദി $100,000 offered as a bribe from ഗ്രഷാമിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഓഫർഡ് ബൈ ഗ്രഷാം. ഇനി Stammer is a silence that falls between word and its meaning, just as lameness is a silence that falls between word and deed. What is the common to stammer and lameness? Stammerനും lamenessനും സെയിം ആയിട്ടുള്ളത് എന്താണ്? അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് സൈലൻസ് ആണ്. ഓക്കെ, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. Stammer is a silence that falls between the word and its meaning. ഇവിടുത്തെ ഏതാണ്? ഒന്ന് മറ്റൊന്നാണ്, ഈസ് എന്ന് പറയാണല്ലോ. സോ അത് മെറ്റഫർ ആണ്. ഇനി ദീദിയിലെ എക്സെപ്റ്റ് ആണ്. I knew that this day could be my country, that whatever I did here could make a difference than in the manicured reality of my university life in the States. Here my country. ഇവിടെ my country എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ my country എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ്. Which word from the options given can be manicured? Manicuredന്റെ അർത്ഥം പോളിഷ്ഡ് എന്നുള്ളതാണ് കേട്ടോ. I am leaving the post office forever. I am going down the road to work at the animal dispensary. Why does the assistant leave the post office? എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് വിട്ടത് ആ ഒരു പോസ്റ്റൽ അസിസ്റ്റന്റ്? ബിക്കോസ് the postal assistant is shameful of the post office അല്ലേ? പോസ്റ്റ് ഓഫീസിൽ നടന്ന ആ ഒരു ബോംബ് ഇൻസിഡൻറ്റുമായിട്ട് ഷീ ഈസ് അഷെയിംഡ് ടു വർക്ക് ദെയർ എനിമോർ. അവിടെ വർക്ക് ചെയ്യാൻ ഇനി താല്പര്യമില്ല. വാട്ട് ഈസ് സ്റ്റാമർ അക്കോർഡിംഗ് ടു പോയിറ്റ് സച്ചിദാനന്ദനെ സംബന്ധിച്ച് സ്റ്റാമർ എന്താണ്? അക്കോർഡിംഗ് ടു ഹിം സ്റ്റാമർ ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്, ഒരു സംസാരത്തിൻ്റെ ഒരു രീതി മാത്രമാണ്.
No matter what the decision, they knew they would always be champions to each other. Who are the champions? ഇവിടെ ആരാണ് champions? ആന്റോണിയോ ക്രൂസും ഫെലിക്സ് വെർഗാസും ആണ്. Then I'm sure similar simple arrangements can be found in the villages all over the country. Pick out 2 adjectives. ഈ സെന്റൻസിൽ നിന്ന് 2 adjectives ആണ്. Adjectives എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൊറഗല്ലു എന്ന് പറയുന്ന ഒരു സംഭവമാണ്, സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിമിലർ, സിമ്പിൾ എന്നൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അഡ്ജക്റ്റീവ് ഇവിടുത്തെ ഏതാണ്? സിമിലറും സിമ്പിളുമാണ്. Select the correct one to fill up the gap. Dear, look, we can drive as fast because vehicle in front of us നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ മുന്നിലുള്ള വെഹിക്കിൾ ഈസ് ആസ് സ്ലോ ആസ് സ്നെയിൽ. ഒരു ഒച്ചിനെ പോലെ എഴുഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനി വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ആക്റ്റീവ് ടു പാസീവ് ആ ഒരു രീതിക്ക് ചോദിച്ചിരിക്കുന്നതാണ്. In 2006 an Indian TV show called Business Basigar launched an entrepreneur hunt. അപ്പോൾ ഇതിൽ നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓണ്ടർപ്രണർ ഹണ്ടിന് ഫ്രണ്ടിൽ വരണം. അതിന് ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ടി വി ഷോ ഒക്കെ അല്ലേ വന്നിരിക്കുന്നത്, അത് മാറിയിട്ട് ഇന്ത്യൻ ടി വി ഷോ കോൾഡ് ബിസിനസ് ബാസികർ എന്നുള്ള അവസാനം പോവും, ഓണ്ടർപ്രണർ ഹണ്ട് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ, ഇൻ 2006 ആൻ ഓണ്ടർപ്രണർ ഹണ്ട് വാസ് ലോഞ്ച്ഡ് ബൈ ആൻ ഇന്ത്യൻ ടി വി ഷോ കോൾഡ് ബിസിനസ് ബാസികർ. ഓക്കെ, ഇൻ 2006 ആൻ ഓണ്ടർപ്രണർ ഹണ്ട് വാസ് ലോഞ്ച്ഡ് ബൈ an Indian TV show called Business Basigar എന്ന് പറയാം. ഇനി at last the trophy of friendship was lifted by Amigo Brothers. ഇനി അപ്പോൾ എഴുതുമ്പോൾ Amigo Brothersന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എങ്ങനെ പറയും? at last Amigo Brothers, the Amigo Brothers ആണ് ഇവിടെ, the Amigo Brothers lifted the trophy of friendship. ഓക്കെ, അങ്ങനെ വരും. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മാർക്കിൻ്റെ ഒരു 35 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞേ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്. നൗ ദ പ്ലെയർ ഡാഷ് വിത്ത് ആൻ ഇന്ത്യൻ സോക്കർ ക്ലബ്. ഇപ്പോൾ ആ പ്ലെയർ എന്താണ്? ബീൻ്റെ പല ഫോം ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്, പല ടെൻസ് ആണ്. ആ ബീൻ്റെ തന്നെ പല ടെൻസ് ആണ്, ഈസ്, ആം, വാസ്, വെയർ ഒക്കെ. സോ നൗ ദ പ്ലെയർ ഈസ് വിത്ത് ആൻ ഇന്ത്യൻ സോക്കർ ക്ലബ്. ഹി ഡാഷ് ദ ക്ലബ് ലാസ്റ്റ് വീക്ക് അവിടെ ജോയിൻ ആയെന്ന് പറയുമ്പോൾ joined the club last week. ഓക്കെ, മൈ മദർ, ഇവിടെ മൈ മദർ ഒരാളാണ്, അപ്പോൾ വെയ്ക്ക് അല്ല വരാ, വെയ്ക്സ് അപ്പ് ആണ് വരാം കേട്ടോ. സിംഗുലർ ആകുമ്പോൾ വെർബിനും സിംഗുലറിനും. മൈ മദർ വെയ്ക്സ് അപ്പ് അറ്റ് 4 in the morning. വി ഗെറ്റ് അപ്പ് ആൻഡ് ഹെൽപ്പ്. വി എന്ന് പറയുന്നത് പ്ലൂറലാണ്, നമ്മൾ ഗ്രാമറിൻ്റെ ഒക്കെ വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ വി പ്ലൂറലാണ്, അപ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞ വെർബും പ്ലൂറൽ മതി, എസ് ചേർക്കണ്ട. വി ഹെൽപ്പ് ഹർ എവറി ഡേ, അത്രയും മതി കേട്ടോ. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ബോയ് പറയാണ് റിപ്പയർ ഇറ്റ് സർ, ആജ്ഞാപിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ ബോയ് ഓർഡേർഡ് ദ ടീച്ചർ ടു റിപ്പയർ ദാറ്റ്. ഇറ്റ് എന്നല്ലേ, അപ്പോൾ ദാറ്റ്. ദ ബോയ് ഓർഡേർഡ് ദ ടീച്ചർ ടു റിപ്പയർ ദാറ്റ്. സർ ഒന്നും പിന്നെ എഴുതണ്ട. ടീച്ചർ പറയാണ് ഐ നോ നത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ ടീച്ചർ റിപ്ലൈഡ് നെഗറ്റീവ്ലി. ഐ കാണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണ്ട, അറിയില്ല എന്ന് പറഞ്ഞത് അതാണ് നെഗറ്റീവ്ലി എന്ന് പറഞ്ഞത്. ടീച്ചർ റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ഒരു സെൻറ്റൻസ് കൂടി ഉണ്ടല്ലോ, ആൻഡ് ഓൾസോ ആഡഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്താ? ഹീ ന്യൂ നത്തിങ് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഹീ ന്യൂ നത്തിങ് അബൌട്ട് ദാറ്റ്. ഇനി എഡിറ്റ് ദ പാസേജ് ആണ്. 2 എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫെലിക് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ. ഓഫ് ഹിസ് സ്റ്റൂൾ എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്റ്റൂളിൽ നിന്ന് മാറി, അപ്പോൾ അതിന് 2 F വേണം. ആൻഡ് റഷ്ഡ് ഓൺ ആന്റോണിയോ അല്ല, റഷ്ഡ് ടു ആന്റോണിയോ, ആന്റോണിയുടെ അടുത്തേക്ക് റഷ് ചെയ്തത്. ഓക്കെ, ഇനി ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാനുള്ള മറ്റൊരു ചോദ്യമാണ്. ഈച്ച് ഡ്രൈവർ ഈസ് ഗിവൺ ആൻ ID കാർഡ് ആൻഡ് ബൈ സമ്മാൻ. ID കാർഡ് ആൻഡ് വേണ്ട, ID കാർഡ് ബൈ സമ്മാൻ എന്നുള്ളത് മതി. അതെന്താ അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നത്. സോ ഇവിടെ ഈച്ച് ഡ്രൈവർ ബാക്കിലേക്ക് പോകും, സമ്മാൻ ആദ്യം വരണം. സോ സമ്മാൻ ഇങ്ങനെ വരും. സമ്മാൻ ഗീവ്സ് an ID card. Someone gives an ID card to each driver. Okay, to each driver. അങ്ങനെ വരും കേട്ടോ. ഇനി കറക്റ്റ് ഇഡിയംസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, അവർ ന്യൂ മെമ്പർ ഇസ് ക്രിയേറ്റീവ്, ഹി ഈസ് ഗുഡ് അറ്റ് തിങ്കിങ്. ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്, പുറമേക്കൊക്കെ ചിന്തിക്കുന്നു, ഔട്ട് ഓഫ് ദ ബോക്സ്. ഓക്കെ, ലുക്ക് ഷീ ഈസ് ക്രൈങ്, അവൾ കരയാണ്. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് സിൻസിയർ, അവൾ സിൻസിയർ അല്ല. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ഈസ് ഷെഡിങ് ക്രൊക്കഡൈൽ ടീയേഴ്സ്, മുതലക്കണ്ണീരാണ് ഒഴുക്കുന്നത്. ഇനി ഫ്രൈസൽ വെർബ്സ് നോക്കാം.
സ്പീക്ക് അപ്പ്, ടേക്ക് ഫോർ ഗിവ് അപ്പ്, സ്പീക്ക് ഫോർ ടേക്ക് ഓഫ്. ഇതിലേതാണ് അപ്രോപ്രിയേറ്റ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫ്ലൈറ്റ് എടുക്കും എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൈറ്റ് വിൽ ടേക്ക് ഓഫ്. ദെൻ വർക്ക് ഹാർഡ്, ഡോണ്ട് യുവർ ബോൾഡ് സ്റ്റെപ്പ്, ഡോണ്ട് ഗിവ് അപ്പ് യുവർ ബോൾഡ് സ്റ്റെപ്സ്. ഓക്കെ, ഇനി അടുത്തത് ഐ ആം ഡാഷ് സീയിങ് മൈ ഫ്രണ്ട്സ് അഗെയിൻ. ലുക്ക് ഫോർവേഡ് ടു വരോ, ക്യാരി അവേ വരോ? കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് ലുക്ക് ഫോർവേഡ് ടു ആണ് അവിടെ വരാം. ഷീ വാസ് വെരി സാഡ് ബിക്കോസ് ഹർ ഫാദർ, മരണപ്പെട്ടു എന്നതിനെ എങ്ങനെ പറയും? ഹർ ഫാദർ പാസ്ഡ് അവേ ലാസ്റ്റ് വീക്ക്. ഇനി അപ്രോപ്രിയേറ്റ് മൊഡാൽ ഓക്സിലറീസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് വില്ല്, വുഡ്, മസ്റ്റ്, മൈറ്റ്, ഇതൊക്കെയാണ് മൊഡാൽ ഓക്സിലറീസ്. അത് ഇതിൽ എങ്ങനെ വരും എന്നുള്ളത്. ഹീ പ്രഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ ഡാഷ് വിൻ ദ മാച്ച്. ഏത് വരും ഇവിടെ? വില്ല്, വുഡ്, മസ്റ്റ്, മൈറ്റിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരാം? ഹീ പ്രഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ വുഡ്. ഓക്കെ, ഇന്ത്യ വുഡ് വിൻ ദ മാച്ച്. ഇനി ഡാഷ് യു ടേക്ക് കെയർ ഓഫ് മൈ ഡോഗ് ഫോർ, എൻ്റെ പട്ടി ഒരു ദിവസത്തേക്ക് നീ ഒന്ന് നോക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വിൽ യു. ഓക്കെ, ഇനി 2 എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഫോർ വുമൻ ആൻഡ് ഗേൾ ചൈൽഡ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ എൻകറേജ് ദം ടു റേസ് ദെയർ വോയിസസ് ആൻഡ് ടേക്ക് അപ്പ് മോർ സ്പേസ് ആൻഡ് ലീഡർഷിപ്പ്. ഇപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? ഐ ആം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഫോർ അല്ല, ഓഫ് വുമൻ, സ്ത്രീകളെ അല്ല, ഓഫ് വുമൻ ആണ്. ആൻഡ് നെക്സ്റ്റ് the girl child, I hope it will encourage them to raise their voices and take more space at leadership എന്നാണോ വരാം? ടേക്ക് മോർ സ്പേസ് അറ്റ് അല്ല, ലീഡർഷിപ്പിന് കുറച്ചുകൂടി ഫോർ ലീഡർഷിപ്പ്. ഓക്കെ, ഇമാജിൻ ദാറ്റ് യു ആർ എ ഫ്രണ്ട് ഓഫ് അജിത്. നിങ്ങളൊരു അജിത്തിന്റെ ഫ്രണ്ടാണ്. ഹി സ്പീക്സ് അബൌട്ട് ദ ക്വാറൽ ഹി ഹാഡ് വിത്ത് ഹിസ് വൈഫ് നോമിത. റൈറ്റ് 2 pieces of advice that you may give to him using the following expressions. അജിത്തിനെ നിങ്ങൾ ഉപദേശിക്കുകയാണ്. അപ്പോൾ if I were you, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ എങ്ങനെ എഴുതും? ഐ വുഡ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഐ വുഡ് നെവർ ഇൻസൾട്ട് നോമിത, അല്ലെങ്കിൽ ഐ വുഡ് നെവർ ഇൻസൾട്ട് ഹർ. യു ഹാഡ് ബെറ്റർ, നീ ഇങ്ങനെ ചെയ്തോളൂ എന്നാ പറയുന്നത്. അപ്പോൾ അതെന്താണ്? യു ഹാഡ് ബെറ്റർ ഗിവ് ഹർ ഫ്രീഡം ടു റീഡ് ദ ലെറ്റേഴ്സ്, അല്ലേ? അങ്ങനെ പറയാം. ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ഹർ, അവൾക്ക് വന്നിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ വായിക്കാനുള്ള ഫ്രീഡം അവൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ദെൻ 47ാമത്തേത് ഇൻസേർട്ട് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻസ്. അതായത് ഇൻ, അറ്റ്, ഓഫ്, ഓൺ ഒക്കെ ഉണ്ടല്ലോ അത്. ദ ടീച്ചർ ഹഞ്ച്ഡ് അപ്പ്, എങ്ങനെ വരും? ദ ടീച്ചർ ഹഞ്ച്ഡ് അപ്പ് ഇൻ എ കോർണർ, അല്ലേ? ഇൻ എ കോർണർ, കുഞ്ഞു നിന്ന് ഒരു മൂലയ്ക്ക് മാറി അനുസരിച്ചു എന്നുള്ളതാണ്. ടീച്ചർ ഹഞ്ച്ഡ് അപ്പ് ഇൻ എ കോർണർ ആൻഡ് ഒബേഡ്. ഹി ഗ്രൂ ടയേർഡ് ഓഫ് ദ പൊസിഷൻ. ഓഫ് ദ പൊസിഷൻ ആണല്ലോ വരാം. ഹി ഗ്രൂ ടയേർഡ് ഓഫ് ദ പൊസിഷൻ ആൻഡ് ദ ഗെയിം ഇൻ 30 minutes ആൻഡ് ഗോട്ട് അപ്പ് മച്ച് ടു ഡിസ്പ്ലീസ് ഓഫ് ഹിസ് പീപ്പിൾ. ലക്ലി, പിന്നെന്ത് വരും ഇവിടെ? ലക്ലി ഫോർ ഹിം. The engine also suddenly refused to move. The boy handed it to him as he went back. സീറ്റിലേക്ക് പോയി. As he went back to his seat. Okay. ഈ 48ാമത്തേത്. Read a sentence from the story Crime and Punishment. Here the words spoken by parents are given in indirect speech. Indirect speech is direct speech ആക്കാൻ. His parents said that their boy was a little angel. All dimples, smiles and sweetness, only wings lacking. You may begin as our boy. അപ്പോൾ എങ്ങനെ our boy വെച്ച് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. Our boy is, okay, our boy is a little angel. All dimples, smiles and sweetness, only wings lacking. Okay, അങ്ങനെ എഴുതിയാൽ മതി. ഇനി edit the following sentence. He behaves as if he was a king. ഇതിൽ എന്താ മിസ്റ്റേക്ക്? He behave, okay, he behave as if he ആയിരുന്നു. As if he was അല്ല, as if he were a king. Okay, as if he were a king. ഇനി would you mind give me your pen? ഇവിടെ എന്താ മിസ്റ്റേക്ക്? would you mind give അല്ല, would you mind giving me your pen? ഓക്കെ, ഇനി കറക്റ്റ് മീനിങ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് as a last item, the magician opened the trunk of his car. trunk of his car എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ കാറിൻ്റെ സ്റ്റോറേജ് ഏരിയ ആണ്.
ഓക്കെ, സാധനങ്ങൾ വെക്കുന്ന ഏരിയ. ആൻഡ് took 3 small guns and put them into the pocket of his trunk. ഓക്കെ, ട്രങ്കിന്റെ പോക്കറ്റിൽ ഇട്ടു എന്ന് പറയുന്നത്. രണ്ടും ട്രങ്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ ട്രങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ട്രങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പാൻ്റ് ആണ് അല്ലേ? ഇവിടെ ട്രങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പാൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ധരിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സ്, ഷോർട്ട്സോ എന്തോ അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രങ്ക് പാൻ്റ് അല്ല കേട്ടോ, പാൻ്റ് അല്ല, ശരിക്കും ഷോർട്ട്സ് എന്ന് എഴുതിയാൽ മതി, ഷോർട്ട്സ്. ഓക്കെ, ഇവിടെ ഉണ്ട് വാക്കുകൾ, നമുക്ക് ഇവിടെ ഉണ്ട്. ഷോർട്ട്സ് സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ട്. ഇനി 59ാമത്തേത് റീറൈറ്റ് ആസ് ഡയറക്റ്റഡ്. അജിത് ഹാസ് ഓപ്പൺ ദ ലെറ്റർ ആൻഡ് റെഡ് ഇറ്റ്. ഇനി ദ ലെറ്റർ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ദ ലെറ്റർ വാസ് അല്ലേ, ദ ലെറ്റർ വാസ് അല്ല, ശരിക്കും ഹാസ് ബീൻ വരും അല്ലേ? ദ ലെറ്റർ ഹാസ് ബീൻ ഓപ്പൺഡ്. The letter has been എന്താണ്? ലെറ്റർ ഹാസ് ബീൻ ഓപ്പൺഡ്. ഓപ്പൺ ചെയ്തു, വായിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ ലെറ്റർ ഹാസ് ബീൻ ഓപ്പൺഡ് ആൻഡ് റെഡ് ബൈ അജിത്. അജിത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. ഓക്കെ, the brain governs our sensation, moods, thoughts and actions. ഇനി our sensations വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. our sensations, moods, thoughts and actions അതങ്ങനെ തന്നെ എഴുതാം. ആക്ഷൻസ് are governed by the brain. Okay, are governed by the brain. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി 52ാമത്തേത് പ്രപ്പോസിഷൻ ആണ്. ഇൻ, ഓഫ്, അറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനാണ്. നോക്കാം. വേൾഡ് ഹാർട്ട് ഡേ വാക്ക് ഓർഗനൈസ്ഡ് ബൈ ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ അസോസിയേഷൻ വിത്ത് ആണ് അല്ലേ, അവരോട് കൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് കേരള ഹാർട്ട് കെയർ സൊസൈറ്റി ഇൻ കോഴിക്കോട് ദിവസം പറഞ്ഞിരിക്കുന്നത്. സോ ഓൺ ട്യൂസ്ഡേ. ഓക്കെ, ഓൺ ട്യൂസ്ഡേ വിറ്റ്നസ്ഡ് ഓവർ 700 people participating in the event. ഇനി എഡിറ്റ് ദ പാസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. means the surroundings in which we all live. It includes every form of living and non-living things at the mother earth അല്ല, എർത്തിൽ ഉള്ളത്. അപ്പോൾ ഓൺ ദി മദർ എർത്ത്. ഓക്കെ, ഓൺ ദി മദർ എർത്ത്. One of the major issues we face these days one അല്ലേ, അപ്പോൾ is environmental pollution. Okay, harmful pollutants contaminate the environment and possess serious threat ആണ്. serious threat in അല്ല, serious threat to. Okay, serious threats to biotic and abiotic factors. ഇനിയും പ്രൊപ്പോസിഷൻ ഞാൻ ചോദിച്ചിരിക്കുന്നത് suitable proposition. They have first prize. അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാരി അവേ എന്നുള്ളത് ടെൻസ് മാറ്റാം. They have carried away the first prize. Something is wrong. We should, നമ്മൾ ആദ്യം മുതലേ പ്ലാൻ ഒന്നുകൂടി നോക്കണം പറയുന്നത് എന്താണ്? We should go over the plan again. ഇനി you have come to know that your close friend is having severe back pain. Frame 2 sets of suggestion. ഫ്രണ്ടിന് ബാക്ക് പെയിൻ ഉണ്ട്, അപ്പോൾ 2 സജഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാം? ഇഫ് ഐ വെർ യു ഐ വുഡ്, ഞാൻ എന്ത് ചെയ്യും? ഐ വുഡ് കൺസൾട്ട് എ സ്പെഷ്യലിസ്റ്റ് അല്ലേ, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണും. കൺസൾട്ട് എ സ്പെഷ്യലിസ്റ്റ്. യു ഹാഡ് ബെറ്റർ, നീ നിർത്തിക്കോളൂ. എന്താണ് യു ഹാഡ് ബെറ്റർ? അവോയ്ഡ് പെയിൻ കില്ലേഴ്സ് നീ നിർത്തിക്കോളൂ, അങ്ങനെ പറയും. What does the word ഹൊറഗെല്ലു literally mean? What is its purpose? ഹൊറഗെല്ലു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ പർപ്പസ്? ഹൊറഗെല്ലു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന സ്റ്റോൺ ആണ്. അതിൻ്റെ ഉപയോഗം എന്താണ്? ട്രാവലേഴ്സ് കുഡ് സിറ്റ് ഹിയർ ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ. What was the dream of Amigo brothers? Give an example of their workout to fulfill their dream. എന്തായിരുന്നു അവരുടെ ഡ്രീം? അതിനൊരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. The Amigo brothers dreamt of becoming a lightweight champion of the world. അതായിരുന്നു അവരുടെ ഡ്രീം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് they worked out as a boys club at the gym daily. ബോയ്സ് ക്ലബിൽ അല്ലെങ്കിൽ ജിമ്മിൽ അവർ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Who arrives at the end of the play, the hour of truth, to give Robert Baldwin a big offer? What offer does he give?
ആ ഒരു അവർ ഓഫ് ട്രൂത്തിൽ അവസാനം ആരാ വന്ന് ഓഫർ കൊടുത്തത്, എന്ത് ഓഫറാണ് കൊടുത്തത്? മാർഷൽ, ദ പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ ആണ് വന്ന് ഓഫർ കൊടുത്തത്. He arrives at the end of the play. He offers Balvin a position in his bank. ബാങ്കിൽ ഒരു പൊസിഷൻ ആണ് കൊടുത്തത്. ഇനി 2 pieces of advice that you may give your friend who is a drug addict. Drug addict ആയിട്ടുള്ള ഫ്രണ്ടിന് കൊടുക്കാനുള്ള അഡ്വൈസ്. Let's visit a de-addiction center. Okay, let's visit a de-addiction center. I think you should tell, എന്താ പറയുക, you should tell everything to your parents. അങ്ങനെ പറയാലോ. Okay. ഇനി റിപ്പോർട്ട് ദി കോൺവെർസേഷൻ ആണ്. റെഡി ഫോർ സം മോർ റണ്ണിങ്, യെസ് ഓർ നോ വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ അത് വെദർ നമ്മൾ യൂസ് ചെയ്യണം. സോ ഫെലിക്സ് ആസ്ക്ഡ് ആന്റോണിയോ വെദർ, ഓക്കെ, വെദർ ഹി വാസ് റെഡി ഫോർ സം മോർ റണ്ണിങ്. ഓക്കെ, വെദർ ഹി വാസ് റെഡി ഫോർ സം മോർ റണ്ണിങ്. അപ്പോൾ ആന്റോണിയോ എന്താ പറയുന്നത്? നോ ബ്രോ. അപ്പോൾ റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്ന് പറയാം. ആന്റോണിയോ റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് സജസ്റ്റഡ് ദാറ്റ്, ലെറ്റ്സ് കട്ട് ഇറ്റ് ഹിയർ എന്നല്ല, സജസ്റ്റഡ് ദാറ്റ് they should cut it there. Okay, they should cut it there. Okay, അപ്പോൾ അങ്ങനെ നമ്മളൊരു 60 ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, 60ഓളം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. ദെൻ ഇനിയും നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ എത്രത്തോളം റെസ്പോൺസ് ഉണ്ട് എന്ന് അറിയിക്കുക. നിങ്ങൾക്ക് പാർട്ട് 2 വേണോ? വരാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ മുഴുവനും നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചാൽ മതി, ഇനി വേറെ പഠിക്കണ്ട. ഇനി 4 മാർക്കുണ്ട്, 5 മാർക്കുണ്ട്, 6 മാർക്കുണ്ട്, 8 മാർക്കുണ്ട്, ഫോർമാറ്റ് സഹിതം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർട്ട് 2 ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.